ഹലോ നമസ്കാരം, കുട്ടേട്ടൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചൂര കൊണ്ടൊരു അച്ചാറാണ്. ചൂരമീൻ കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് അച്ചാറിടാൻ ആവശ്യമായ ചൂരമീനാണ്. ഇത് വെട്ടിക്കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 1/2 കിലോയും കൂടുതലുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മീനിന് ആവശ്യമുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് 1/2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് എണ്ണ ചൂടാക്കാനായി വയ്ക്കാം. നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അച്ചാർ ഉണ്ടാക്കാനായി. മീൻ വറുക്കാൻ ആവശ്യമായ നല്ലെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് മീനിടാം. 2 പ്രാവശ്യമായി ഇട്ട് കൊടുക്കാം. അധികം മൂക്കണ്ട, സാധാരണ പൊരിക്കുന്ന പോലെ അധികമായി മൂക്കണ്ട. അപ്പോൾ മീൻ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇത് മതി, നമുക്കിനി കോരി മാറ്റാം. ഇതിലുള്ള പൊടിയും എല്ലാം കോരിയെടുക്കാം, അതൊക്കെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ബാക്കി പകുതി ഇടാം. ഇതായിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. അച്ചാർ തയ്യാറാക്കാനായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുക് ഇടുക, 1/2 സ്പൂൺ ഉലുവ ഇടുക, ഇഞ്ചി ഇടാം. ഒരു 1/2 കിലോ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അത്ര അളവിൽ തന്നെ വെളുത്തുള്ളിയും എടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഒരുപാടങ്ങ് മൂത്ത് പോകരുത്. അധികം എരിവില്ലാതെ ഒരു 3-4 പച്ചമുളക് കൂടി ഇടുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. 1 സ്പൂൺ ഉപ്പും കൂടി ഇടാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇളക്കണം, കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുക. അത് ഓപ്ഷണലാണ്. എരിവ് ഒരുപാട് വേണമെന്നുള്ളവർക്ക് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഉപയോഗിക്കണ്ട. കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർക്കാം. അച്ചാറല്ലേ, നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഉപ്പുണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി നമുക്ക് മീനിടാം. നന്നായി ഇളക്കി കൊടുക്കാം. മീൻ പൊടിഞ്ഞു പോകരുത്. അങ്ങനെ നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് പോലും വെള്ളം ഉപയോഗിച്ചിട്ടില്ല. ഗ്രേവി ഒരുപാട് ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഉപയോഗിക്കാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളുടെ മീനച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, ഒരു രക്ഷയില്ല. ഞാനിവിടെ സാധാരണ വെളിച്ചെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കാറ്. ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വയ്ക്കണമെങ്കിൽ അത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇവിടെ എല്ലാവർക്കും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിക്കാറുള്ളത്. എന്നാലും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.